നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ വണ്ടികൾ ഒരുപാട് ഈ ചൂട് കാലാവസ്ഥയിൽ വണ്ടി നിന്ന് കത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ടാങ്കിൻ്റെ മേളിൽ നിന്നുള്ള ഒരു നനവാണ്. അതായത് എവിടെയോ ചെറിയ പൈപ്പുകൾ ലീക്കുണ്ട്. ഈ ലീക്കുള്ള ഫ്യൂല് നേരെ താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ സൈലൻസർ പോയേക്കുന്നത് ഈ ടാങ്കിനോട് ചേർന്ന് തന്നെയാണ്. സൈലൻസറിൽ എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ സൈലൻസറിൽ നിന്നുള്ള ചൂടോ കാരണം ഈ ലീക്കുള്ള ഫ്യൂല് താഴത്തേക്ക് ചാടുമ്പോൾ തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സൈലൻസറിന് പൊട്ടലുണ്ടെങ്കിൽ സൈലൻസർ മാറ്റിക്കളയാൻ ശ്രമിക്കുക. അത് വെൽഡിങ് ചെയ്ത് ടെമ്പററി ചെയ്യുന്നതിനേക്കാൾ നല്ലത് മാറ്റിക്കളയുക. അതുപോലെ ഫ്യൂവലിൽ ലീക്കോ എന്ന് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പാണേ അടുത്ത പെട്ടെന്ന് തന്നെ അത് മാറ്റി റെക്ടിഫൈ ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്തൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഫില്ലിംഗ് ഹോസാണ്. ഈ ഫില്ലിംഗ് ഹോസിൽ നമ്മൾ പമ്പുകൾ ചെന്ന് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ പറയുമ്പോൾ വണ്ടി കുലുക്കി അടിക്കും. ആ കുലുക്കി അടിച്ച് കഴിയുമ്പോൾ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ മേളിൽ വരെ നിറയ്ക്കും. അപ്പോൾ അതിനകത്ത് കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ ഫ്യൂൽ ആയി കഴിയുമ്പോൾ ഇതിലെല്ലാം ലീക്കാവും. ഈ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ താഴത്തേക്കാവും. കാരണം ഇതിൻ്റെ മേളിലൊരു പ്രഷറുണ്ട്, ഇവിടെ നിന്നുള്ള പ്രഷറുണ്ട്. ഇത് ചെറുതായിട്ടൊരു ലൂസ് ഉണ്ടെങ്കിലും അപ്പോൾ എപ്പോഴും അടിക്കുമ്പോൾ ഒരു ഹാഫ് ടാങ്ക് അടിക്കാൻ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുലുക്കി അടിക്കരുത്, ജസ്റ്റ് ഓട്ടോ കട്ട് ഓഫ് ചെയ്ത് അടിച്ച് നിർത്തുക. അപ്പോൾ ഇതുപോലെ സൈലൻസർ തുള വീണിട്ടും അതുപോലെ ഫ്യൂൽ ലീക്ക് കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ ഓടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനൊരു സംഭവമുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ വയറിങ് ഷോർട്ട് സർക്യൂട്ടും കൊണ്ടല്ല മാത്രമല്ല വണ്ടി കത്തുന്നത്. വയറിങ് ഷോർട്ട് സർക്യൂട്ടും കൊണ്ട് നമ്മളിപ്പോൾ എല്ലാത്തിനും ഫ്യൂസും കാര്യങ്ങളെല്ലാം വെച്ചാണ് കൊടുക്കുന്നത്. അത് നമ്മളെന്തെങ്കിലും ഷോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഫ്യൂസ് അടിച്ചു പോകും. അത് നമുക്ക് പിന്നെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ടാങ്കിനകത്ത് ഒരു തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് ഫുള്ള് കത്തി തീരാതെ സമ്മതിക്കില്ല. ഇത് ഫുള്ള് തീരുമ്പോഴത്തേക്കും വണ്ടിയിൽ മൊത്തത്തിൽ തീ പിടിച്ചിരിക്കും. കാരണം ഇവിടെ തന്നെ അടുത്ത് ടയർ വരുന്നത്, ടയറിന് കയറി തീ പിടിച്ചറിയാം, റബ്ബറിന് കയറി തീ പിടിച്ചിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഞാൻ ഒരു സൈലൻസർ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന സൈലൻസറുകൾ, ഇത് സൈലൻസറിൻ്റെ ജോയിൻറ്റുകളാണ്. ജോയിൻറ്റുകളെല്ലാം പൊട്ടിയേക്കുവാണ്. ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ ഒന്ന് വെൽഡിംഗ് ഒക്കെ ചെയ്ത് ശ്രമിച്ചതാണ്. ഇതൊന്ന് വെൽഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് വെൽഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല തുരുമ്പ് കാണും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പുറത്തുനിന്ന് എത്രമാത്രം അത് വെൽഡ് ചെയ്താലും അതിൻ്റെ ഉള്ളിലുള്ള തുരുമ്പ് നിങ്ങൾക്ക് കളയാൻ പറ്റില്ല. അന്നത് ഇപ്പോൾ ഇവിടെ വെച്ച് വെൽഡിങ് ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ പൊട്ടൽ വീണു, താഴെ പൊട്ടൽ വീണു. ഇനി നമ്മളിപ്പോൾ ഇവിടെ വെൽഡിങ് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്താലും അടുത്ത ഏതെങ്കിലും പോർഷനിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വീണ്ടും ഒരു തുള വരും. അപ്പോൾ അതിലും നല്ലത് മാറിക്കളയാൻ നോക്കുക.